അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇറങ്ങി. ഒറ്റ വാക്കിൽ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പടം, ഇതാവണം പടം. ആരും പേടിക്കേണ്ട, ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. പിന്നെ ഈ റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഞാൻ വല്ല സ്പോയിലറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പടത്തിലേക്ക് വരാം. സ്പൈഡർമാൻ ഫൈനലി ബാക്ക് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ പഴയ കണ്ടിട്ടുള്ളൊരു സ്പൈഡർമാൻ ഇല്ലേ, അതായത് എപ്പോഴും ക്രൈംസൊക്കെ ഫൈറ്റ് ചെയ്ത് നടക്കുന്നൊരു സ്പൈഡർമാൻ, ആ സ്പൈഡർമാൻ ഈസ് ബാക്ക്. അതായത് ഇതുവരെ നമ്മൾ MCU കണ്ടിട്ടുള്ള പോലെ മൾട്ടിവേഴ്സിൻ്റെ ബന്ധമോ അല്ലെങ്കിൽ അയൺമാൻ്റെ താങ്ങിലോ അങ്ങനെ ഒന്നും വന്നിട്ടുള്ള അല്ലാതെ ഒരു പക്ക സ്പൈഡർമാൻ പടം. ഈ ബ്രാൻഡ് ന്യൂ ഡേ എന്നുള്ള പേര് പോലെ തന്നെ നോ വേ ഹോമിന് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ എല്ലാ മൊത്തം ഐഡൻറ്റിറ്റിയും മൊത്തം നഷ്ടപ്പെട്ടതിന് ശേഷം പീറ്റർ പാർക്കറിൻ്റെ പുതിയതായിട്ടുള്ളൊരു സ്റ്റാർട്ട്, പുതിയൊരു ചാപ്റ്ററിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ ബ്രാൻഡ് ന്യൂ ഡേ തന്നെ. അതായത് നോ വേ ഹോമിൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ അതായത് പീറ്റർ പാർക്കറിന് അതായത് പുള്ളിനെ ആർക്കും ഓർമ്മയില്ല. അതായത് ബാക്കിയുള്ള ക്രോസ് ഓവർ ഇവൻസിലേക്കൊന്നും പോവാതെ നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ ആ സ്പൈഡർമാൻ ലൈഫ് തന്നെ എങ്ങനെ വീണ്ടും പുള്ളിയുടെ ലൈഫ് റീബിൽഡ് ചെയ്തെടുക്കുന്നു, അതാണ് ഈ മൊത്തത്തിലുള്ളൊരു പടം തന്നെ. അതായത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ സാധനം. അതായത് അവിടെ കുറച്ച് കൂടുതൽ ഇവിടെ കുറച്ച് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇമോഷൻ കുറച്ച് കൂടുതൽ, ആക്ഷൻ കുറച്ച് കൂടുതൽ, അങ്ങനെയൊന്നുമില്ല. എല്ലാം പക്കായിട്ട് ബാലൻസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള നമ്മുടെ സ്പൈഡർമാൻ പടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം, ആ ഒരു പടങ്ങളിലൊക്കെ, അതായത് പ്രത്യേകിച്ച് നോ വേ ഹോമിലൊക്കെ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള, അതായത് ഒരു ടീനേജറിൻ്റെ ലെവലിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും പുള്ളി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ക്യാരക്ടറും ആ ഒരു ലെവലിലായിരിക്കും. പക്ഷേ ആ നോ വേ ഹോമിൻ്റെ എൻഡോട് കൂടിയിട്ട് പുള്ളി ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. പുള്ളിയുടെ അതായത് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ആ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള, അതായത് കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് പുള്ളിയുടെ ക്യാരക്ടർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു പീറ്റർ പാർക്കറിനെ ആയിരിക്കും നമുക്ക് ഈ പടത്തിൽ കാണാൻ വേണ്ടി പറ്റുക. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ ലൈഫിൻ്റെ പർപ്പസ് തന്നെ കണ്ടുപിടിക്കുന്നു പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആക്ഷൻസ്. അതായത് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ആ മാർവലിൻ്റെ മുട്ടാപ്പോക്ക് ആക്ഷൻസിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരുപാട് ഗ്രൗണ്ടഡ് ആയിട്ട് ഈ ആക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീമാണ് ഇറങ്ങിയിട്ടുള്ളത്, ചുമ്മാതായിരിക്കില്ലല്ലോ. മോർ ആൻഡ് മോർ CGI-നേക്കാൾ ഉപരിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ആ എജിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്കിതിൽ മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മൾ ആ ഹൾക്കും സ്പൈഡർമാനും നമ്മൾ ആ ഫൈറ്റിലൊക്കെ, മിക്കവാറും ആ ഫൈറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടിയൊക്കെ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അത് ആ പടം കണ്ടിട്ട് അറിഞ്ഞിരിക്കും നല്ലത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പടത്തിൻ്റെ തന്നെ ആ ഇമോഷണൽ കോറാണ്. അതായത് പടത്തിൽ അത്യാവശ്യത്തിൽ കൂടുതൽ കോമഡിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ആ ലോൺലിനെസ്സും ഐഡൻറ്റിറ്റിയും ആ സാക്രിഫൈസും ഒക്കെയാണ് മെയിനായിട്ട് ആ പടത്തിൽ നിൽക്കുന്നത് തന്നെ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട വേറെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ സെൻഡായയുടെ, അതായത് MJയുടെ ക്യാരക്ടർ. അതായത് പ്രീവിയസ് സ്പൈഡർമാൻ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഇതിൽ റോൾ കുറച്ച് കുറവാണ്, അതായത് സ്ക്രീൻ ടൈം കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരത്തിക്ക് ഒരു വലിയ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള റോൾ തന്നെ ഇതിലുണ്ട്. അതെന്താണെന്നൊക്കെ പടം കാണുമ്പോൾ അറിയാലോ. പിന്നെ നമ്മുടെ പണിഷറും പിന്നെ സ്പൈഡർമാനും തമ്മിലുള്ള ആ ഡുവോ, ആക്ച്വലി അത് അത്യാവശ്യം നല്ല രീതിക്ക് കോമഡി രീതിക്ക് തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവും ചെയ്തു. പ്രത്യേകിച്ച് ഇവർ നമ്മൾ ആ ഹൾക്കുമായിട്ടുള്ള ആ ഫൈറ്റിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ പണിഷറിൻ്റെ കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്, നമ്മുടെ പണിഷറിൻ്റെ കുറച്ച് കോമഡി പരിപാടിയൊക്കെ ഉണ്ട്. നൈസായിരുന്നു. MCUവിലെ തന്നെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് മൂവീസിലുള്ള ഒരു ലോങ്ങസ്റ്റ് മൂവിയാണിത്. അതായത് മൊത്തം 2 മണിക്കൂർ 25 മിനിറ്റ് കണ്ടിട്ട് പടം. പക്ഷേ ആ ടൈം പോകുന്ന പോലും നിങ്ങൾ അറിയില്ല. അതായത് അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് പടം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൽ മെയിൻ ഒരു റോളായിട്ട് നമ്മുടെ സേഡി സിങ്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സേഡി സിങ്കിൻ്റെ ആ ക്യാരക്ടർ എന്താണെന്ന് ഇതുവരെ അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടർ ഏതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് ലീക്സിലൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് സംഭവം. അത് എന്താണെന്ന് ഞാൻ ഈ റിവ്യൂവിൽ പറയുന്നില്ല, കാരണം ഈ പടം ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ വീഡിയോസ് റെഗുലർലി കാണുന്ന ആൾക്കാരാണെങ്കിൽ അതാരാണെന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ സ്പൈഡർമാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൽ നമ്മുടെ ഈ സേഡി സിങ്ങിൻ്റെ ഈ ക്യാരക്ടറും. കാരണം പുള്ളിക്കാരത്തി എന്തായാലും ഇനി മാർവലിൽ തുടരും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഇട്ടതാണ് ഇപ്പോഴേ അങ്ങ്. പിന്നെ പടത്തിൻ്റെ മെയിൻ വില്ലൻ സേഡി സിങ്ങിൻ്റെ ആ ക്യാരക്ടറാണെന്നുള്ള രീതിക്കായിരിക്കും ട്രെയിലറിലൊക്കെ പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. അതെന്താണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നോൺ സ്പോയിലർ റിവ്യൂ ആയിപ്പോലെ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ നമുക്ക് ഓൾറെഡി കൺഫേം ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, അതായത് നമ്മുടെ സേഡി സിങ്ങിൻ്റെ ആ ക്യാരക്ടറിനെ ആയിരിക്കും വില്ലനെ പോലെ ട്രെയിലറിലൊക്കെ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരത്തി ആയിരിക്കില്ല ഇതിൽ മെയിൻ വില്ലൻ, വേറെ ഒരു മെയിനായിട്ടുള്ളൊരു വില്ലൻ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടും ലീക്സിലൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ തന്നെ വേറൊരു മെയിനായിട്ടുള്ള വില്ലൻ ഉണ്ട്. പക്ഷേ ആ ഒരു വില്ലൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. അതായത് ആ വില്ലൻ റീസണബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, പക്ഷേ ആ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഗോബ്ലിനും ഡോക്ടർ ഒക്ടോപ്പസിനെയും വൾച്ചറിനെയും ഒക്കെ പോലെ അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ലാതായിപ്പോയി. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടോം ഹോളണ്ട് സ്പൈഡർമാൻ, അതായത് MCUവിലുള്ള ഈ സ്പൈഡർമാനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ളൊരു പരാതിയായിരുന്നു. അതായത് സ്പൈഡർമാൻ എന്നുള്ളത് പുള്ളിയുടെ ആ മെയിനായിട്ടുള്ള സംഭവം വിട്ടിട്ട് വലിയ ത്രെട്ടുകളായിരിക്കും സ്പൈഡർമാൻ നേരിട്ടുകൊണ്ടിരുന്നത്. അതായത് വേൾഡ് എൻഡിങ് ത്രെട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ മാത്രമല്ല, എപ്പോഴും പുള്ളിയുടെ അത് വേറൊരാളുടെ ഷാഡോയിലായിരിക്കും പുള്ളി എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. അതായത് സ്പൈഡർമാൻ 1 നമ്മുടെ അയൺമാൻ, 2 നിക് ഫ്യൂരി, 3 നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പോലെ. പക്ഷേ ഇതിൽ അതേപോലെ ഒരാളുടെ ഷാഡോയിലൊന്നല്ലാതെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പൈഡർമാൻ, അതായത് ഇപ്പോൾ നമ്മൾ പണ്ടുള്ള സാം റൈമി പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് പോലീസ് പോകുമ്പോൾ പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ പോകുന്ന പോലെ, അതേപോലെയൊക്കെ ഒരുപാട് സ്പൈഡർമാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിൽ നമ്മൾ സ്പൈഡർമാൻ ഓൾറെഡി ഓർഗാനിക് വെബ് കിട്ടുന്നതായിരുന്നു നമുക്ക് ഓൾറെഡി അറിയാം, ട്രെയിലറിലൊക്കെ തന്നെ കാണിച്ചിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ പുള്ളി മാനേജ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ ടൈമിൽ പുള്ളിക്ക് ആ വെബ് ഷൂട്ടേഴ്സ് വെക്കാൻ പറ്റാത്തത്, ആ പുതിയ വെബ്സ് കാരണം പുള്ളി എങ്ങനെയൊക്കെ അതിൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നതിനുള്ളൊക്കെ കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് കോമഡി രീതിക്ക് തന്നെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടങ്ങൾ നമ്മൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ചില പ്ലോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യം അതെന്തായാലും തെറ്റിയിട്ടില്ല. അത്യാവശ്യത്തിനുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. അതായത് ഫ്യൂച്ചർ MCU കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലെ ചില കാര്യങ്ങളൊക്കെ പടത്തിലുണ്ടാവുമല്ലോ, MCUയുടെ സ്ഥിരം പരിപാടിയാണുള്ളത്. പിന്നെ പടത്തിൽ അതായത് ട്രെയിലറിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള പോലെ തന്നെ പടത്തിൽ ഒരുപാട് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ വീഡിയോ ബ്രേക്ക് ഡൗൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്പൈഡർമാൻ ഫാൻ എങ്ങനെയാണോ ഒരു സ്പൈഡർമാൻ പടം എങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിക്കാണ് ഈ പടം ഉള്ളത്. അതായത് മൊത്തത്തിൽ നമ്മളൊരു മാസ് മസാല പടം എന്നൊക്കെ പറയില്ലേ, അടിയുണ്ട്, കുത്തുണ്ട്, വെടിയുണ്ട്, ഇമോഷണലുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എല്ലാം പാക്ഡ് ആയിട്ടുള്ളൊരു സാധനം. സോ മൊത്തത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, അതായത് ദി ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്ന് ഞാൻ പറയത്തില്ല, കാരണം അതിലും നല്ല പടങ്ങളുണ്ട്. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവിയാണ്. ഇതിലും ചില മാർവലിൻ്റെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ക്ലീശ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ആ ക്ലീശ പരിപാടികളൊന്നും നമ്മൾ ആ പടത്തിൻ്റെ ഫ്ലോയിലാകുമ്പോൾ നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മൾ തണ്ടർ ബോൾസ് ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു കഥയും സംഭവങ്ങളൊക്കെ നല്ലതായതുകൊണ്ട് നമ്മളത് വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എനിക്ക് ഈ പടത്തിലും. സോ ഇതുവരെ നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. അതായത് ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും റീസെൻ്റ്ലി കണ്ട മാർവൽ മൂവീസ് പോലെ നിരാശപ്പെട്ട് വരേണ്ടി വരില്ല. എന്തായാലും സ്പൈഡർമാൻ പടമാണ്, നിരാശപ്പെടില്ല എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ശരിക്കും അടിപൊളിയാണ്. അതായത് വർഷങ്ങൾക്ക് ശേഷം സ്പൈഡർമാൻ മൂവി എന്നുള്ളതിനേക്കാളും ഉപരി ഒരു മാർവൽ മൂവി കണ്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. അതായത് ഫാൻസിനൊക്കെ ആഘോഷിക്കാനുള്ളത് എല്ലാം ആ പടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇന്നോ നാളെയൊന്നും പടം കാണാൻ പറ്റില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ വീക്കെൻഡ്സിലൊക്കെയാണ് ഈ പടം കാണാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എക്സ് ഇതേപോലത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഓൾറെഡി ഇതിൻ്റെ പ്രീമിയർ ചൈനയിലൊക്കെ നമുക്ക് നടക്കുന്നതിന് 2 ദിവസം മുമ്പേ തന്നെ നടന്നു കഴിഞ്ഞു. അവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ലീക്സൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള നമ്മുടെ ഹൾക്ക് ജീൻ ഗ്രേയുടെ ഒക്കെ ഒരുപാട് സീൻസൊക്കെ. സോ അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ കണ്ണ് പെട്ടുപോയി കഴിഞ്ഞാൽ ആ പടം കാണുമ്പോൾ അത് നിങ്ങളെ ചിലപ്പോൾ ബാധിച്ചേക്കാം. സോ നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പടം കാണുന്നെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ലീക്സൊക്കെ ഒഴിവാക്കിയേക്ക്. മിക്കവാറും ഫോൺ എടുക്കാതിരിക്കും നല്ലത് ലീക്സ് ഒഴിവാക്കുന്നതിനേക്കാളും. പിന്നെ ഈ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ തന്നെ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ ലീക്കായിട്ടുണ്ട്. അതും കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള ബ്രേക്ക് ഡൗൺസും അതെന്തൊക്കെയാണെന്നും പിന്നെ ഈ പടവും നമ്മുടെ ഫ്യൂച്ചർ മാർവലായിട്ടും ഡൂംസ്ഡേ ആയിട്ടും സീക്രട്ട് വാർസ് ഒക്കെ ആയിട്ട് എങ്ങനെ കണക്ട് ആവുന്നു, ഈ പടവും അടുത്ത പടങ്ങളായിട്ട് എന്താണ് ബന്ധം, നമ്മുടെ സേഡിസിൻ്റെ ഇനി മാർവൽ എന്താണ് റോൾ എന്നൊക്കെ നമ്മൾ അടുത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ബ്രേക്ക് ഡൗണും അടുത്ത ഒരു സ്പോയിലർ ആയിട്ടുള്ള റിവ്യൂലൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.